നമ്മള് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെത്തി, ടിക്കറ്റ് ഒക്കെ എടുത്തു. അപ്പോൾ ഓൾറെഡി എല്ലാം എടുത്തിട്ടാണ് വന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണിച്ചത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കുള്ള എൻട്രി ഉണ്ടോ, ഭയങ്കര കളർഫുള്ളായിട്ടുള്ള റിബൺസൊക്കെ ഹാങ് ചെയ്തിട്ടിട്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോഴാണ് ഇത് ഈ ബ്ലൂ ടീഷർട്ട് ഇട്ട ചേട്ടൻ അരുണെ പിടിച്ചു നിർത്തി എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കും അരുണിട്ടിരിക്കുന്ന ഈ സെയിം ഷർട്ട് ഉണ്ടെന്ന്. എന്തായാലും അങ്ങനത്തെ ആ ചേട്ടനോട് ബായിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര ധൃതിയിൽ ഓടുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഒരാൾ വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട്. ആ ചേച്ചിയാണ് ഞങ്ങളുടെ ഗൈഡ് ഇവിടുത്തെ. അപ്പോൾ ആൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തൊട്ട് പുറകെ ഓടുക. കാരണം ഞങ്ങളുടെ ടിക്കറ്റും കാര്യങ്ങളും എവിടെയാണ് നിൽക്കേണ്ടത് എല്ലാ കാര്യങ്ങളും അവരാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അവരെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ല ക്രൗഡാണ് കേട്ടോ അവിടെ. അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഏകദേശം ഉച്ചയായപ്പോഴാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയത്. നമ്മൾ ഈ പോകുന്ന വഴി ഫുള്ളും ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് ബോട്ട് കയറി ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്. നമ്മൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫാമിലീസായിട്ടും അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോരോ ബോട്ട് ഇങ്ങനെ ഓരോ ഫാമിലീനെ ആയിട്ട് പോയി റൗണ്ട് അടിച്ച് കൊണ്ടുവരിക. അങ്ങനത്തെയാണ് ഈ സംഭവം. ഈ കാണുന്ന ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോയത്. അതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു ഫാമിലി ഉണ്ട്, അവരെ ഇവിടെ ഇറക്കും, എന്നിട്ട് നമ്മൾ കയറുകയാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ 2 പേരാണെങ്കിലും 6 പേരാണെങ്കിലും നിങ്ങൾക്ക് ഒരൊറ്റ ബോട്ടിൽ പോവാം. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ 2 പേര് മാത്രമാണ് അപ്പോൾ ആ ബോട്ടിൽ പോയത്. അതെനിക്ക് ഇഷ്ടമായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പ്രൈവസി ഉണ്ട്. നമുക്ക് ഏത് സീറ്റ് വേണമെങ്കിലും ഇരിക്കാം, ഇഷ്ടമുള്ള പോലെ ഓടി ഓടി നടക്കാം. അങ്ങനെയൊന്നും നടന്നൊന്നുമില്ല, കാരണം എനിക്ക് ബോട്ടിൽ കയറുമ്പോൾ ഓൾറെഡി പേടിയാണ്. നമ്മളങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിരിക്കും ഇപ്പൊ പട്ടായയില്. ഇതൊന്നും ഇല്ലാതെ വെള്ളം ഇട്ടിട്ട് കൂടെ ബോട്ടിൽ പോവാം. എന്റെ മനസ്സിലായിരുന്നു 2 സൈഡിലും ഇങ്ങനെ കട, അതിന്റെ നടുക്ക് കൂടെ നമ്മളിങ്ങനെ പോകണം. അതില്ലാതെ ഇതും കുറച്ച് ചെളികളുണ്ട് ഇവിടെ. ചെളികളുണ്ട്, അതിനിടയിൽ കൂടെ നമ്മൾ പോവാം. വെള്ളം തുപ്പുന്ന ഡ്രാഗനുണ്ട്. നമ്മള് വിചാരിച്ച പോലെ തന്നെ പറ്റിച്ചില്ല. നമ്മൾ ഇപ്പഴിഞ്ഞാണ് നമ്മുടെ സ്ട്രീറ്റിലേക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്തോട്ട് കയറുന്നത് കേട്ടോ. അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. എന്തെങ്കിലും സംഭവിക്കാതെ പോയിട്ടോട്ട് പോയി. ഓക്കെ ഓക്കെ. നമ്മളിതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇപ്പം ആക്ച്വലി ഇവിടെയുള്ള ആളുകൾ ഇവിടുത്തെ ഈ മാർക്കറ്റിൽ വരിക, ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുക, അങ്ങനെയൊന്നുമല്ല. ഇത് ശരിക്കും ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വൺസ് തായ്ലൻഡുകാർ ഇങ്ങനെ ആയിരുന്നു ഇവരുടെ മാർക്കറ്റ്. ഇങ്ങനെ വെള്ളത്തിന് മുകളിലും ചെറു തോണികളിലും ഒക്കെ ആയിട്ടായിരുന്നു ഇവരുടെ മാർക്കറ്റ്. പക്ഷേ ഇപ്പോൾ അതങ്ങനെയൊന്നും അല്ല. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിപ്പോൾ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളെല്ലാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എന്താ നമ്മൾ ഈ ബോട്ടിലൂടെ പോകുമ്പോഴത്തേക്കും 2 സൈഡിലുമായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. അതേപോലെ ചെറിയ തോണിയിൽ ആൾക്കാർ അതിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ ആയിട്ട്. അതൊക്കെ പണ്ടെങ്ങനെയായിരുന്നു, അപ്പോൾ അതവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ശരിക്കും ഇത്. അതുപോലെ ഞങ്ങൾ പോയത് പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഇത് വളരെ ചെറിയൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അങ്ങനെ ഭയങ്കര ഒരു ബെഡാ സെറ്റപ്പ് സംഭവങ്ങളൊന്നുമല്ല. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊരു 10-20 മിനിറ്റ് നമ്മളെ ഈ ബോട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ. കണ്ടോ, ഇങ്ങനെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ബോട്ടിലാൾക്കാർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടോ. പക്ഷെ നിങ്ങൾക്ക് ശരിക്കുള്ള രീതിയിൽ വലിയതായിട്ട് ഇങ്ങനെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കോക്കിലുള്ളൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്, അവിടെ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇത് കൊള്ളില്ല എന്നല്ല, ഇത് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ 1-2 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് ആ ഒരു രീതിയിൽ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ പോവാം. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് അറിയാം. ആ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞു. അതായത് ജസ്റ്റ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നടുക്ക, അതിനൊന്ന് ചുറ്റി നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടുവരും. വെയിലില്ലെങ്കിൽ കുറച്ചുകൂടെ രസമുള്ളത് എനിക്ക് തായ്ലൻഡ് വന്നിട്ട് മനസ്സിലായത് നമ്മുടെ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികളും എല്ലാം ഇവിടെ ഉണ്ട്. പശുകള് പശു അതെന്താണ്, എന്ത് പശു? വെള്ള കളറുള്ള പശു കാണാൻ പറ്റുന്നുണ്ടോ? പശു അല്ലെന്നോ, കാളയാണോ? ഇത് കൊമ്പൊക്കെ ഉണ്ടോ? നമ്മൾ വന്ന സമയം ഇത്തിരി മാറിപ്പോയി.
അല്ല വേറൊരു കാര്യമുണ്ട്, ഇത്രയും നേരം ഇവിടെ ഭയങ്കര മഴക്കാറായിരുന്നു. മഴ പെയ്യോ എന്നുള്ള ടെൻഷനായിരുന്നു. ഞങ്ങള് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വന്ന് ബോട്ടേ കയറിയപ്പോ ദോണ്ട് ഒടുക്കത്ത് വീഴും. സ്വാഭാവികം. ഇവരെല്ലാം ഈ ഇതുണ്ടോ, ഈ വള്ളം കൊണ്ടുവന്നിട്ടേ സൈഡ് ഒതുക്കിയിട്ട് അവിടെ വെച്ച് സാധനം ഉണ്ടാക്കുന്നു കൊടുക്കുന്ന ആ പരിപാടിയാണ്. നമ്മള് ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്ത് കൂടെ ബോട്ടിൽ വന്നില്ലേ, ബോട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഒരു പയ്യൻ സൈഡിൽ നിന്നിട്ട് ഞങ്ങളിങ്ങനെ കൈയൊക്കെ കാണിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ക്യാമറയിൽ. എന്റെയും വലിയ കാലത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും വന്ന് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുക, നമ്മുടെ ഭംഗി കണ്ടിട്ടാണെന്ന് വിചാരിച്ചത്. പക്ഷെ അല്ല, ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിന്റ് അടിച്ചിങ്ങനെ തന്ന് 100 ഭാഗത്തുനിന്ന് കണ്ടോ. ഇതൊക്കെയാണ് ടൂറിസം. പക്ഷെ നല്ല രസമുണ്ട് ഇത് കണ്ടാ നമ്മൾ എങ്ങനെ മേടിക്കാണ്ടിരിക്കും. 2-3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നേ ഉള്ളൂ, 5 മിനിറ്റ് എടുത്തിട്ടില്ല. അതിന് മുമ്പ് ഇത് പ്രിന്റ് അടിച്ച് കൈ തന്നിട്ട് 100 ബാത്തുന്നു. പക്ഷെ ഇത് കണ്ടിട്ട് പിന്നെ മേടിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. 100 ബാത്ത് മുടക്കി ഞങ്ങളിത് മേടിച്ചു ഗൈസ്. 2 ഫോട്ടോ ഉണ്ട്, അതല്ലാണ്ട് 2 ഫോട്ടോ പ്രിന്റ് എടുത്ത് തന്നവര്. ഇനി നമ്മൾ ഇവിടുന്ന് നടക്കണം, 1 വേ ആണ്. നമ്മൾ ഇങ്ങ കൊണ്ടുവിടും, നമ്മൾ അങ്ങോട്ടേക്ക് നടക്കണം. ഇത് കണ്ടോ, അവിടെ എന്തോ നമ്മളൊക്കെ അവിടെ അമ്പലത്തിൽ തൊട്ടിലൊക്കെ ഉണ്ടോ, ഇവിടെ താക്കോല് കെട്ടിട്ടാണോ, നോക്ക് താക്കോല് കെട്ടിട്ടാണോ. വരൂ നമുക്ക് നടക്കാം. ഈ ബാക്കിൽ തന്നെ ഈ അപ്പാപ്പനും ആ പോണ പുള്ളിയും തമ്മിൽ എന്തോ ഉടക്കാം. കലാപം കണ്ടോ, കലാപം. ഞാൻ ഇടപെടേണ്ട വരുമെന്ന് അറിയില്ല. അവരിതിന് തല്ലാനാ. ഇവരെ പോലെയല്ല, എനിക്കങ്ങനെ എന്റെ അടുത്ത് വരാതാരും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായി, ഇഷ്ടായില്ല. എന്റെ അടുത്ത് ആരും വന്നില്ല. എന്റെ പൊതിഞ്ഞ് നീ മുക്കില്ലടാ, എന്നെ പൊതിഞ്ഞേടാ പ്ലീസ് എടാ. ഗൈസ് എന്റെ ഇടയ്ക്ക് എത്ര പേര് വന്നാലും അവന്റെ കാല് വെച്ച ഉടനെ അവന്റെ കാലിന്റെ അങ്ങോട്ടേക്ക് പോകും. എല്ലാവർക്കും അവന്റെ കാല് മതി. ഇവിടെ നോക്കിക്ക്, ഇതിന്റെ കാല് കാണുമ്പോഴേ ഒരു പറ്റം വരും അങ്ങോട്ടേക്ക്. ഭയങ്കര ആത്മാർത്ഥതയോടെ അവിടെ പണിയെടുത്തോണ്ടിരിക്കണം എല്ലാരും കൂടെ. അതെ, കാലിന്റെ പുറകിലൊക്കെ നോക്കി. ഞാൻ മൊത്തത്തിൽ ഇറങ്ങണം, നിന്നെ തിന്നു വെക്കുന്നുണ്ടെങ്കിൽ. ആ സമയത്ത് എന്നെ നോക്കി ആരും മൈൻഡ് ചെയ്തില്ല. നോബഡീസ് മൈൻഡ്. ആകപ്പാടെ 3-4-5 പേരുണ്ട്. അവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത ഇവിടെ വന്നുണ്ട്. പോ അവൻ്റെ ആയിരിക്കട്ടെ നാറങ്ങോട്ട്. ഞാനെന്തിനകത്ത് കാലുവിട്ടിരിക്കണം, എന്റെ 100 തായ്പ തിരിച്ചു തരാൻ പറഞ്ഞു. എന്താ അവിടെ നടക്കണ ഇതിനകത്ത്? കാലൂരി ഊതി എടുക്കുന്നുണ്ടോ? ആരുമില്ല. അവിടെ തല്ലും വഴക്കും കൊലപാതകവും നടക്കും ഒരാൾക്ക് വേണ്ടിയിട്ട്. ഇതെന്തവിടെ സംഭവിക്കുന്നത് നോക്കി. ഈ കാലിലേക്ക് നിങ്ങൾ നോക്കിയേ, ഒരേ ഇതിനകത്തിട്ട് ഇതിനകത്ത് ഒരു മനുഷ്യ കുഞ്ഞു പോലും അല്ല, ചെറിയ കുഞ്ഞു പോലും വന്നില്ല. അപ്പുറത്തേക്ക് നോക്കി, അവിടെ എന്തവിടെ നടക്കണേ. അരുൺ ഇവിടുന്ന് ഒരു കുർത്ത എടുത്തു കേട്ടോ. ഭയങ്കര രസമുള്ളൊരു കുർത്തയാണ്. ഈ തായ്ലൻഡിലെ പ്യുവർ കോട്ടൺ ഡ്രസ്സുകൾ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ആ തായ്ലൻഡിൽ എല്ലായിടത്തും കിട്ടും. അവിടെ പോയാൽ അത് ഉറപ്പായിട്ട് മേടിക്കണം, അത്രയ്ക്ക് നല്ലതാണത്. ഈ ഇരിക്കുന്നില്ലേ, ഇതൊരു തരം ഫ്രൂട്ടാണ് കേട്ടോ, നമ്മുടെ ചക്കപ്പഴമൊക്കെ പോലത്തെ അവിടുത്തെ ഒരു ഫ്രൂട്ടാണ്, ഡൂറിയാൻ എന്ന് പറഞ്ഞിട്ട്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ സ്മെല്ല് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ട്രൈ ചെയ്തില്ല കേട്ടോ.
എന്തോ ഒരു ഭയങ്കര നമുക്ക് ഒരു മോശം സ്മെല്ലായിട്ട് നമുക്ക് അവിടെ മുഴുവൻ അതിൻ്റെ ഒരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊന്നും എനിക്ക് അവിടെ നിന്നൊന്നും അതുകൊണ്ട് മേടിച്ച് കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു അതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട്. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ അവിടെ നിന്ന് മേടിച്ച് കഴിക്കാൻ മനസ്സ് വന്നില്ല. എന്താ താറാവിന്റെ ചുണ്ട്, കോഴിയുടെ കാല്, പോട്ടി, നമുക്ക് പറ്റിയ സ്ഥലമല്ല. ഇവിടെ നോക്കി എന്തൊക്കെയോ ഇറച്ചിയൊക്കെ പോർക്ക്. ഇതെന്താണ് ഒരു വല്ലാത്ത മണം കേട്ടോ ഇവിടെയൊക്കെ. മുതല തായ്ലൻഡിൽ പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു മീറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ മുതല ഇറച്ചി. അത് എനിക്ക് പൊതുവേ മീറ്റും കഴിക്കാൻ പറ്റില്ല, എനിക്ക് അലർജിക്കാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യവും ഇല്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും. ആരിനോട് ഞാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ആളും ട്രൈ ചെയ്തില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് ട്രൈ ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്തോ ഇതിങ്ങനെ ഇരിക്കണ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അവിടുത്തെ ഒരു സ്മെല്ലും ഭയങ്കര ഒരു സ്മെല്ലാണ്, ഇതൊക്കെ വേവിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഒരു മോശം സ്മെല്ല്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഈ മുതലിറച്ചി അല്ലെങ്കിൽ ബീഫ് പോർക്കൊക്കെയാണ് എനിക്ക് അലർജിയുള്ളത്. അതല്ലാത്ത വേറെ ഇപ്പോൾ ചിക്കനൊക്കെ എനിക്ക് കഴിക്കാം. പക്ഷേ ഇതിനകത്തത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇവർ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ചിക്കനാണോ ബീഫാണോ എന്നൊന്നും നമുക്ക് മനസ്സിലായില്ല. ഇനി ഇവരോട് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മിക്ക ആളുകൾക്കും ഇംഗ്ലീഷ് അറിയില്ല. അവിടെ എല്ലാവർക്കും അവരുടെ ലാംഗ്വേജ് തായ് മാത്രമാണ് അറിയുള്ളൂ. അപ്പം നമുക്കിത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും തന്നെ അങ്ങനെ അധികം ട്രൈ ചെയ്തില്ല കേട്ടോ. കാരണം ഇനി എങ്ങാനും കഴിച്ച് പണി കിട്ടിയാലോ എന്ന് പേടിച്ചിട്ട്. പാറ്റനെ കഴിക്കാനോ നമ്മൾ പുഴുവിനെ വരയ്ക്കുന്നതാണ് ഈ പടങ്ങളൊക്കെ. ലൈവായിട്ട് നിന്ന് വരയ്ക്കുന്നത്. ഇതുണ്ടോടാ ചവിട്ടി തെറിപ്പിച്ച് വന്നേക്കണ അടിച്ചോ. അവിടെ കുതിരനൊക്കെ ഉണ്ടോ ബാക്കിലാക്കി. പനയുടെയാ, പനങ്കല്ലുണ്ട്. ഇത് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. എന്താണെന്ന് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. കുറേ ആളുകൾ ഇവരുടെ ചുറ്റും ഇങ്ങനെ കൂടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ 2 ആൾക്കാർ അവിടെ ഉണ്ട്, ഇങ്ങനെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നിൽക്കുവാണ്. എനിക്ക് അവരെ കണ്ടിട്ട് തോന്നുന്നു അവർ ലേഡീസ് അല്ലാന്ന് തോന്നുന്നു. നമുക്കറിയില്ല ആണോ ഇല്ലയോ എന്നൊന്നും. ഇപ്പോൾ തായ്ലൻഡിൽ കൂടുതലും അങ്ങനെയല്ല, നമുക്കിങ്ങനെ ആണുങ്ങൾ തന്നെ ഇങ്ങനെ ലേഡീസ് വേഷത്തിൽ നിൽക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാണാം. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കുറേ കൺഫ്യൂസ്ഡ് ആവും. ഇതിപ്പോൾ ഇത് ആരാണിവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. കാരണം അത്രയും രസമായിട്ടാണ് ഇവർ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത്. അതിന് ചുറ്റും കുറേ ആളുകളുണ്ട് കേട്ടോ അവരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഇനി പോകാനുള്ളതാണ്. അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്നും മേടിച്ചില്ല കേട്ടോ, ഞാൻ മേടിച്ചിട്ടില്ല. ഇവൻ ഒരു ഷർട്ട് മേടിച്ചു, കുർത്ത. 2 പേർക്ക് ഇടാം, 2 പേർക്ക് ഇടാൻ പറ്റുന്ന പോലത്തെ. നമ്മൾ പോവാണ്. നമ്മുടെ ചേച്ചി ഇവിടെ ഉണ്ട്. എവിടെ നമ്മുടെ ചേച്ചി? കണ്ടു കേട്ടോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് നേരെ നമ്മൾ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
നമ്മൾ അടുത്തതായിട്ട് പോകുന്ന സ്ഥലം നിങ്ങൾ തായ്ലൻഡിൽ പോയാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ വീഡിയോ കാണാൻ നിങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചു വരണം, മറക്കരുത്. അതുവരെ ബൈ.